കൊല്ലം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബിജെപി എസ്എൻഡിപി ധാരണ പൊളിഞ്ഞു. കോർപ്പറേഷനിൽ എസ്എൻഡിപി സ്ഥാനാർത്ഥികളെ നിർത്തിയ 3 ഡിവിഷനിൽ രണ്ടിടത്തും ബിജെപി സ്ഥാനാർത്ഥിയും മത്സരരംഗത്തുണ്ട്. ബിജെപി ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്ത സാഹചര്യത്തിൽ എസ്എൻഡിപി കൊല്ലം ശാഖാ സെക്രട്ടറി രാജേന്ദ്രൻ റിപ്പോർട്ടറോട് പറഞ്ഞു. കോർപ്പറേഷനിലെ 55 ഡിവിഷനുകളിൽ 3 ബിജെപി പിന്തുണയോടെ എസ്എൻഡിപി സ്ഥാനാർത്ഥിയെ നിർത്താമെന്നും മറ്റു ഡിവിഷനുകളിൽ ബിജെപി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാമെന്നുമായിരുന്നു എസ്എൻഡിപിയുടെ ആദ്യ തീരുമാനം. ഇതുപ്രകാരം ഇരുവിപുരം, പുന്തലത്താഴം, കോളേജ് ഡിവിഷൻ എന്നിവിടങ്ങളിൽ എസ്എൻഡിപി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിൽ 2 ഡിവിഷനുകളിലും ബിജെപി സ്ഥാനാർത്ഥികളെ നിർത്തി. സ്ഥാനാർത്ഥികളെ പിൻവലിക്കുമെന്ന് ബിജെപി അറിയിച്ചിരുന്നെങ്കിലും ഇതിന് തയ്യാറാകാതെ വന്നതോടെയാണ് ധാരണ പൊളിഞ്ഞത്. ബിജെപി ചർച്ചയ്ക്ക് പോലും തയ്യാറായിരുന്നില്ലെന്ന് എസ്എൻഡിപി ശാഖ കൊല്ലം സെക്രട്ടറി രാജേന്ദ്രൻ പറഞ്ഞു. അവരിവിടെ വന്നിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞ എന്തെങ്കിലും ഒരു ധാരണയ്ക്ക് വലിയ സാധ്യത. ഞാൻ പറയാം, ആദ്യം ഞാൻ SNDP യോഗം കൊല്ലം യൂണിയൻ്റെ ഈ 55 വാർഡുകളിൽ 3 മാത്രമായിട്ട് 3 പേരെ നിർത്തുന്നുണ്ട്. അവിടുത്തെ BJPയുടെ സ്ഥാനാർത്ഥികളില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേണേൽ ആലോചിക്കാം, നിങ്ങൾ അന്ന് വന്ന് പറഞ്ഞ് വിട്ടു. പിന്നെ വന്നിട്ടുമില്ല, അവരെ മാറ്റിയിട്ടുമില്ല. കൊല്ലത്തെ SNDPയിലെ 70 ശാഖകളിലുള്ളവർക്കും പ്രാദേശിക നീക്കുപോക്കുകൾ നടത്താൻ നിർദ്ദേശം നൽകിയതായും രാജേന്ദ്രൻ പറഞ്ഞു. SNDPയുടെ ആസ്ഥാനമായ കൊല്ലത്ത് തന്നെ BJP സഖ്യം പൊളിഞ്ഞ സാഹചര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ SNDP പ്രവർത്തകരും ആശയക്കുഴപ്പത്തിലാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.